വളാഞ്ചേരിക്ക് ഒരു ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മാറി മാറി വന്ന സർക്കാരുകൾക്ക് മുന്നിൽ ആവശ്യമുന്നയിച്ചെങ്കിലും സ്ഥലം കണ്ടെത്തിയെന്നതിനപ്പുറം കാര്യമായ മറ്റു പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഇപ്പോൾ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഫയർ സ്റ്റേഷനായുള്ള നടപടികൾക്ക് വീണ്ടും ചിറകുമുളച്ചത്. വളാഞ്ചേരി വട്ടപ്പാറയിലെ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിലെ 42 സെന്റ് സ്ഥലമാണ് ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കൈമാറിയിട്ടുള്ളത്. സ്ഥലം ഈ മാസം 15-ന് ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർ അടക്കമുള്ള സംയുക്ത സംഘം സന്ദർശിച്ച് വിലയിരുത്തിയ ശേഷം സർക്കാരിന് റിപ്പോർട്ട് നൽകും. കഴിഞ്ഞ ബജറ്റിലാണ് വളാഞ്ചേരി ഫയർ സ്റ്റേഷൻ പ്രഖ്യാപിച്ചത്. ഫയർ സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം, റവന്യൂ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം, ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം എന്നീ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത്. തിരൂരും മലപ്പുറത്തിനും ഇടക്ക് കോട്ടക്കൽ, വളാഞ്ചേരി ഒക്കെ അടങ്ങിയ വലിയ പ്രദേശങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായശാലകളും ഒക്കെ അടക്കമുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് ഒരു ഫയർ സ്റ്റേഷൻ ഇല്ലാത്തത് വലിയ ഒരു പ്രയാസകരമായ അനുഭവമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഒരുപാട് ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ വട്ടപ്പാറ വളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ അനുഭവിച്ചിരുന്ന പ്രയാസം വളരെ വല്ലാത്തതായിരുന്നു. അതിനൊരു പരിഹാരമുണ്ടാക്കണമെന്നുള്ള നിലക്കാണ് ആവശ്യപ്പെട്ട ഒരു ഫയർ സ്റ്റേഷൻ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടങ്ങളിൽ അതിന് തുടക്കം കുറിക്കാനുള്ള അനുവാദം കൊടുത്തത്. പക്ഷെ അത് പ്രാബല്യത്തിൽ വന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാന സർക്കാരിൽ നിന്ന് അതിനനുകൂലമായ ഒരു നടപടിയും നിലപാടും ഉണ്ടായില്ല. ഈ വർഷം പുതുതായി വന്ന UDFിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമേ നമ്മളത് ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഈ ബഡ്ജറ്റിൻ്റെ മറുപടി പ്രസംഗത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വളാഞ്ചേരിയിലെ ഫയർ സ്റ്റേഷൻ ആലോചിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകാൻ നടപടി സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിരിക്കുന്ന സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV അജയ്കുമാർ, വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷ ഹസീന വട്ടോളി, വൈസ് ചെയർമാൻ KV ഉണ്ണികൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ പ്രീത പ്രതാപൻ, തിരൂർ തഹസിൽദാർ ആഷിഖ് CK, ഫയർ ആൻഡ് റെസ്ക്യൂ ജില്ലാ ഓഫീസർ അനൂപ്, PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീർ ബാബു TK, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോമോൻ തോമസ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും വളാഞ്ചേരി നഗരസഭ, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. ഒരു പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.